നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി മേഖലയിലെ കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യം ഉടൻ ആരംഭിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടാനാക്രമണം പരിശോധിക്കാനെത്തിയ മന്ത്രിയുടെ വാഹനവ്യൂഹം കാട്ടാനകൾ തടഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച യോഗം തൃശൂരിൽ നടന്നു. പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി OJ ജനീഷ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തെ മാലിന്യ കൂമ്പാരം മൂലം വ്യാപാരികളും ജീവനക്കാരും അനുഭവിച്ചിരുന്ന കടുത്ത പാമ്പ് ഭീതിക്ക് അടിയന്തര പരിഹാരം. മാലിന്യങ്ങൾ 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും നീക്കുമെന്ന് കളക്ടർ. നടപടി TCB വാർത്തയെ തുടർന്നു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവം ആവേശമായി. ജില്ലാതല പ്രവേശനോത്സവം മാളയിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. സ്വിച്ച് ബോർഡിൽ നിന്നാണ് തീ പടർന്നത്. കനത്ത പുക ഉയർന്നതിനെ തുടർന്ന് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ സുരക്ഷിതമായി മാറ്റി. ഇടുത്തിയായി വീണ്ടും പാചകവാതക വില വർധന. വാണിജ്യ സിലിണ്ടറുകളുടെ വില 46 രൂപ വർദ്ധിപ്പിച്ചു. മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ CCTVയുടെ ഫൈബർ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചു. കേബിളുകൾ മുറിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന് COA കുന്നംകുളം മേഖലാ കമ്മിറ്റി. വാർത്തകളിലേക്ക് വിശദമായി. അതിരപ്പള്ളി പഞ്ചായത്തിലെ ജനവാസ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ പ്രത്യേക ഡ്രൈവിലൂടെ ചാലക്കുടി പുഴ കടത്തിവിടുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കാട്ടാനാക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ചാലക്കുടിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനം മന്ത്രി. ഡെപ്യൂട്ടി കൺസർവേറ്റർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മുതൽ ആനകളെ തുരത്തുന്ന ദൗത്യം ആരംഭിക്കും. കാടിനുള്ളിൽ കഴിയുന്ന ആനകളെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിക്കും. ജനവാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വനാതിർത്തിയിലെ 20 മീറ്റർ വീതിയിൽ അടിക്കാടുകൾ വെട്ടിമാറ്റും. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഫെൻസിംഗ്, സൗരോർജ്ജവേലി എന്നിവ സ്ഥാപിക്കും. പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഇവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. അതേസമയം കാട്ടാനാക്രമണം പരിശോധിക്കാനെത്തിയ വനംമന്ത്രിയുടെ വാഹനം ആനയുടെ മുന്നിൽപ്പെട്ടു. ഞായറാഴ്ച രാത്രി വാഴച്ചാൽ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിലേക്ക് പോവുകയായിരുന്ന വനംമന്ത്രിയും സംഘവുമാണ് ചാർപ്പ വെള്ളച്ചാട്ടത്തിനടുത്ത് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. 5 മിനിറ്റോളം വഴിമുടക്കിയ ആന പിന്നീട് കാട്ടിലേക്ക് കടന്നു. കൊല്ലപ്പെട്ട വൈശ്ശേരിയിലെ മോഹനന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. മോഹനന്റെ ഭാര്യ ഗിരിജ, മക്കളായ ഗ്രീഷ്മ, ആദർശ് എന്നിവരുമായി അദ്ദേഹം സംസാരിച്ചു. ഗ്രീഷ്മയ്ക്ക് ആശ്രിത നിയമനം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ചാലക്കുടി റെസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ മന്ത്രി റോജി M. ജോൺ, ബെന്നി ബെഹന്നാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, DFOമാരായ IS സുരേഷ് കുമാർ, M. വെങ്കടേശ്വരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. അതിരപ്പള്ളി വെറ്റിലപ്പാറ വൈശ്ശേരിയിൽ വീണ്ടും കാട്ടാനാക്രമണം. കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ മരിച്ച മോഹനന്റെ വീടിന് സമീപത്താണ് കാട്ടാന ഇറങ്ങിയത്. ചെമ്മിനിയാടൻ കൃഷ്ണന്റെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനയെ പേടിച്ച് കൃഷ്ണൻ വീടിന് പുറത്തിറങ്ങിയില്ല. പൂർണ്ണമായും ജനവാസ കേന്ദ്രത്തിലാണ് ആനയെത്തിയത്. ആനയുടെ സ്ഥിരം സാന്നിധ്യം അറിയാൻ തെർമൽ ഇമേജിംഗ് ഡ്രോൺ ലഭ്യമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. സോളാർ ഫെൻസിംഗ് ഇടാത്തത് എവിടെയെന്ന് പരിശോധിക്കും. ഡ്രോൺ സോളാർ ട്രഞ്ച് നടപ്പാക്കാനുള്ള സാധ്യത പരിശോധിക്കും. ആനയെ റീലൊക്കേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെയാണ് ആനകളുടെ ആക്രമണം രൂക്ഷമായത്. ചേലക്കര ഉതുവടിയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി. ഈ മേഖലയിൽ ജനവാസ കേന്ദ്രത്തിൽ ആദ്യമായാണ് കാട്ടാന ഇറങ്ങുന്നത്. പരായതനായ നെയ്യൻ വീട്ടിൽ റിൻസിന്റെ വീട്ടുവളപ്പിലാണ് കാട്ടാന മണിക്കൂറുകളോളം ഭീതി പരത്തിയത്. തുടർച്ചയായി 2 ദിവസം രാത്രി കാട്ടാന ഇറങ്ങിയ വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് അധികൃതർ കാര്യമായ നടപടിയെടുത്തില്ലെന്ന ആക്ഷേപമുണ്ട്. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച യോഗം തൃശൂരിൽ നടന്നു. പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി OJ ജനീഷ്. മന്ത്രിയായ ശേഷമുള്ള ആദ്യ ആസൂത്രണ യോഗത്തിനെത്തിയ ജനീഷിനെ കളക്ടർ ശിഖ സുരേന്ദ്രൻ സ്വീകരിച്ചു. തുടർന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പുകൾ നടത്തിയ മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. KLDC മേജർ, മൈനർ, അഡീഷണൽ ഇറിഗേഷന് കീഴിലെ ഡാമുകൾ, കനാലുകൾ, തോടുകൾ ഉൾപ്പെടെയുള്ളവയിൽ ഭൂരിഭാഗവും മുന്നൊരുക്കങ്ങൾ നടത്തിയതായി ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. അതേസമയം നിലച്ചുകിടന്ന കോർപ്പറേഷൻ പരിധിയിലെ KLDC കനാലുകളിലെ ചണ്ടിയും കുളവാഴയും മറ്റും നീക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചതായും ഇത് വൈകാൻ കാരണം ഫണ്ടിന്റെ അപര്യാപ്തതയായിരുന്നുവെന്നും മന്ത്രിയുടെ ചോദ്യത്തിന് മറുപടിയായി അധികൃതർ വിശദീകരിച്ചു. പ്രവൃത്തികൾ വേഗം പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശവും നൽകി. ജില്ലയിലെ പല പാടശേഖരങ്ങളിലും താൽക്കാലിക ബണ്ട് കർഷകർ തുറന്നുവിടാത്തത് പ്രതിസന്ധിയായിരുന്നു.
ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയെങ്കിലും കോൾപ്പടവ് കമ്മിറ്റികൾ തുറന്നുവിടാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പ്രശ്നബാധിത പ്രദേശത്തെ ഇത്തരം ഫണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് ഉചിതമായ നടപടി കൈക്കൊള്ളാനും യോഗം നിർദ്ദേശിച്ചു. അയ്യന്തോൾ ജില്ലാ ആസൂത്രണ ഹാളിൽ നടന്ന യോഗത്തിൽ കളക്ടർ ശിഖാ സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, റൂറൽ SP B കൃഷ്ണകുമാർ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തെ മാലിന്യ കൂമ്പാരം കാരണം വ്യാപാരികളും ജീവനക്കാരും അനുഭവിച്ചിരുന്ന കടുത്ത പാമ്പ് ഭീതിക്ക് അടിയന്തര പരിഹാരം. തെക്കേനടയിൽ ദേവസ്വം ഓഫീസിന് പുറകിൽ കാട് പിടിച്ചു കിടന്ന പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ നടപടി ആരംഭിച്ചു. TCV വാർത്തയെ തുടർന്ന് കളക്ടറുടെ ഇടപെടലിലാണ് നടപടിയായത്. ക്ഷേത്രത്തിൽ നിന്നുള്ള കരി, ആനയൂട്ടിന്റെ അവശിഷ്ടങ്ങൾ, മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങൾ എന്നിവ കൃത്യമായി സംസ്കരിക്കാതെ തെക്കേനടയിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. മാലിന്യങ്ങൾ 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും നീക്കുമെന്ന് കളക്ടർ അറിയിച്ചു. തൃശൂർ ജില്ലയുടെ ഈ വർഷത്തെ ജില്ലാതല പ്രവേശനോത്സവം മാള സൊക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി OG ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിനി രാജീവ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മന്ത്രി OG ജനീഷ് കുരുന്നുകൾക്ക് എഴുത്തിനിരുത്തി ആദ്യാക്ഷരം കുറിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നെയിം സ്ലിപ്പുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ മറ്റ് വിശിഷ്ടാതിഥികളും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. TCV ന്യൂസ് മാള. തൃശൂർ കോർപ്പറേഷൻ തല പ്രവേശനോത്സവത്തിന് മേയർ എത്താൻ വൈകി. അരമണിക്കൂറോളമാണ് മുഖ്യാതിഥിയായിരുന്ന MLAക്കും കുട്ടികൾക്കും മേയറെ കാത്തിരിക്കേണ്ടി വന്നത്. സമഗ്ര ശിക്ഷ കേരളം URC തൃശൂർ കോർപ്പറേഷൻ തല പ്രവേശനോത്സവവും GLPS അയ്യന്തോളിലെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും രാവിലെ 10:30 നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടകയായ കോർപ്പറേഷൻ മേയർ എത്താൻ ഏറെ വൈകി. കൃത്യസമയത്ത് തന്നെ എത്തിയ മുഖ്യാതിഥിയായ MLAയും മേയറെ സ്വീകരിക്കാനായി അണിഞ്ഞൊരുങ്ങി നിന്ന കുട്ടികളും കൗൺസിലർമാരും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം മേയർക്കായി പുറത്ത് അക്ഷമരായി കാത്തിരുന്നു. ഈ സമയത്ത് മേയർ മണ്ണുത്തിയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 11 മണിക്ക് ശേഷം മേയർ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കാനായത്. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതി പ്രകാരം തൃശൂർ കോർപ്പറേഷൻ 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 13 പ്രവർത്തക ഇനങ്ങളോടുകൂടിയ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം മേയർ നിർവഹിച്ചു. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ പ്രവേശനോത്സവ പരിപാടിയിൽ പങ്കെടുക്കാതെ MLA മടങ്ങി. തുടർന്ന് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, കൗൺസിലർമാരായ ഷാജു കുണ്ടോളി, സുനിത വിനു, വില്ലി ജിജോ, വത്സല ബാബുരാജ്, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പാൾ AK അനീന, GLPS HM TM കമറുദ്ദീൻ, GVHSS ഇൻചാർജ് VK രതി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ് തൃശൂർ. പുതിയ അറിവുകളും അനുഭവങ്ങളും തേടിയുള്ള മറ്റൊരു അധ്യയന വർഷത്തിന് തുടക്കമിട്ട് സ്കൂൾ മുറ്റങ്ങൾ വീണ്ടും സജീവമായി. പ്രവേശനോത്സവ ദിനത്തിൽ പുതിയ സ്വപ്നങ്ങളുമായി എത്തിയ കുരുന്നുകളുടെ ആവേശവും പ്രതീക്ഷകളും വാനോളമാണ്. 2 മാസത്തെ അവധിക്ക് ശേഷം പുതിയ ബാഗും പുസ്തകങ്ങളുമായി വീണ്ടും മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് ചുവട് വെക്കുകയാണ് ഈ കുരുന്നുകൾ. സ്കൂൾ തുറന്നപ്പോൾ സന്തോഷമായോ? ആയോ? വിഷമമുണ്ടോ സ്കൂൾ തുറന്നതിൽ? എങ്ങനെയുണ്ട്? കൂട്ടുകാരനൊക്കെ മിസ് ചെയ്തിരുന്നോ? അടിച്ചു പൊളിച്ചോ വെക്കേഷനൊക്കെ? ആരാ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇതില്? അലൂഷി. ആരാ അലൂഷി? എങ്ങനെയുണ്ട് പുതിയ ക്ലാസ് റൂമും പുതിയ ടീച്ചറും ഒക്കെ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട്സ് ഒക്കെ ആയോ? എല്ലാവരുമായിട്ട് കൂട്ടായോ? സ്കൂൾ തുറന്നപ്പോ സന്തോഷമായോ? ഈ ക്ലാസ് റൂം ഒക്കെ ഇഷ്ടമായോ? പുതിയ ടീച്ചറിനൊക്കെ ഇഷ്ടപ്പെട്ടോ? ആരൊക്കെ ഫ്രണ്ട്സ് ഇവിടെ? ശ്രീനദി, ഹന്നമരിയ, പിന്നെ ജെനി റോസ്. ഒരു പാട്ട് പാടി തരുമോ? കണ്ണാ തുമ്പി പോരാമോ, നിന്നോടിഷ്ടം കൂടാമോ, നിന്നെ കണ്ടായില്ലല്ലോ നിന്നെ പാലു വാങ്ങി കുടിച്ചിരുന്ന കൊടിയമ്പൂച്ചേ, പാത്തന്നിടയേ പാലു തന്നിട്ടും പാലും മോന്തി മ്യാ മ്യാ. വർണ്ണപ്പകിട്ട
മിനുമിനുത്താർന്ന ബലൂണുകളും പൂക്കളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച സ്കൂൾ അങ്കണങ്ങൾ പ്രവേശനോത്സവത്തിന്റെ ആഘോഷാന്തരീക്ഷത്തിന് മാറ്റുകൂട്ടി. മധുര വിതരണവും കലാപരിപാടികളും സ്വീകരണ ചടങ്ങുകളുമൊക്കെയായി സ്കൂൾ കുട്ടികൾക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് ഒരുക്കിയത്. അവധിക്കാല വിശേഷങ്ങൾ പങ്കുവെച്ചും പഴയ കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷം പങ്കിട്ടുമാണ് പലരും സ്കൂളുകളിലെത്തിയത്. പുതിയ പുസ്തകങ്ങളുടെയും പുതിയ പാഠങ്ങളുടെയും പുതിയ സൗഹൃദങ്ങളുടെയും ലോകത്തേക്ക് കടന്നിരിക്കുകയാണ് കുഞ്ഞു മനസ്സുകൾ. ഭാവിയിലെ സ്വപ്നങ്ങൾക്ക് അടിത്തറ പാകുന്ന ക്ലാസ് മുറികളിലേക്ക് പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് ഓരോ വിദ്യാർത്ഥിയും പ്രവേശിച്ചത്. പഠനവും അറിവും മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളും രൂപപ്പെടുന്ന മറ്റൊരു അധ്യയന വർഷത്തിന് കൂടിയാണ് തുടക്കമായിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. സ്കൂൾ ജീവിതത്തിലെ മധുരവും കുസൃതി നിറഞ്ഞതുമായ ഓർമ്മകൾ TCVയോട് പങ്കുവച്ച് മന്ത്രി OJ ജെനീഷ്. സ്കൂളിൽ പലപ്പോഴും വൈകിയെത്തിയതിനും അതിൻ്റെ പേരിൽ അധ്യാപകരിൽ നിന്ന് അടി കിട്ടിയതടക്കമുള്ള അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. പ്രവേശനോത്സവം വളരെ മനോഹരമായാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ഇവിടെ മാളയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലെ തന്നെ ഒരു സ്കൂളിലാണെന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തത്. ജില്ലയിലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. ഇന്ന് വന്ന കുട്ടികൾ, ആദ്യമായി അഡ്മിഷൻ എടുത്ത് വന്ന കുട്ടികൾ നിൽക്കുന്ന പോലെയാണ്. ഏതാണ്ട് ഒന്നൊന്നര ആഴ്ച മുമ്പ് നിയമസഭയിലേക്ക് പോകുന്ന സമയത്ത് ഞാനും നിന്നത്. ഒരു പ്രവേശനോത്സവം പോലെയായിരുന്നു. ഞങ്ങൾ 71 MLA ആദ്യമായിട്ട് ജയിച്ചു വരുന്ന MLA കേരളത്തിൻ്റെ നിയമസഭയിൽ. അപ്പോൾ ഞങ്ങളൊരു ചെറിയ പ്രവേശനോത്സവം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഭാഗമായ ഒരു അധികാര നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിലെ ഓർമ്മകൾ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നോ? ഓടിയെത്തിയോ മനസ്സിലേക്ക്? ഇന്നത്തെ സാഹചര്യങ്ങളല്ലല്ലോ, അന്ന് സൗകര്യങ്ങൾ വളരെ കുറവുള്ള സമയമാണ്. ഇന്നത്തേതുപോലെ വാഹനങ്ങളിൽ പോകാനുള്ള സൗകര്യം, എല്ലാവരും നടന്നാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ നടന്ന് തന്നെ പിന്നെ സ്കൂളിലേക്ക് പോയിരുന്നതാണ്. സമയത്തിന് എത്താതിരിക്കുക, ഇൻ്റർവെൽ സമയം, പിന്നെ അസംബ്ലി കൂടുന്ന സമയത്ത് വൈകി എത്തി ഏറ്റവും പുറകിൽ നിൽക്കുക, ആ സമയം കൊണ്ടുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ആത്മസംഘർഷങ്ങൾ, ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. കാരണം ഞാനിങ്ങനെ വൈകി എത്തുന്നതിൻ്റെ ഒരു പരാതി പലയിടത്തും പറയാറുണ്ട്. അപ്പോൾ സ്കൂളിൽ അസംബ്ലി തുടങ്ങുന്ന സമയത്ത് മറ്റേ ബെല്ലടിക്ക് കേൾക്കുന്ന സമയത്ത് നടന്നു പോകുന്നിടത്ത് നിന്ന് ആ സമയത്തിന് പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഓട്ടമുണ്ട്. അത് എത്തുന്നതിന് മുമ്പ് തന്നെ ദേശീയഗാനം ആരംഭിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റഡിയായിട്ട് അവിടെ നിൽക്കും. ആ നിൽക്കുന്ന സമയത്താണ് ഈ ഓട്ടത്തിൻ്റെ വെട്ടി വേർത്ത് ഇങ്ങനെ ഒളിക്കുന്നത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. അത്രയും ടെൻഷൻ പിന്നെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അസംബ്ലിക്ക് വൈകി എത്തുമ്പോൾ ടീച്ചർമാരുടെ മുമ്പിൽ പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്കൂൾ ഓർമ്മകളാണ് എല്ലാവർക്കും ഏറ്റവും മനോഹരമായ കാലം സ്കൂൾ ഓർമ്മകൾ തന്നെയായിരിക്കും. അത് ഇന്നത്തെ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും എല്ലാവർക്കും ആ പ്രായത്തിൻ്റെ ഓർമ്മകൾ വളരെ മനോഹരമാണ്. ആ പ്രായത്തിലേക്ക് കിട്ടുന്ന പാഠങ്ങളും വളരെ മനോഹരമാണ്. അത് പുതിയ തലമുറയ്ക്ക് കൂടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. ആശുപത്രിയുടെ താഴത്തെ നിലയിലുള്ള കെട്ടിടത്തിലേക്ക് പോകുന്ന കോറിഡോറിലെ സ്വിച്ച് ബോർഡിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പടർന്നത്. തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. തീപിടുത്തത്തെ തുടർന്ന് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പൂർണ്ണമായും കത്തിനശിച്ചു. രോഗികളെയും ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിനുള്ളിൽ പൂർണ്ണമായും പുക നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. കുന്നംകുളം ഗ്രേഡ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. രാജ്യത്ത് വീണ്ടും പാചകവാതക വില വർധന. 19 കിലോ തൂക്കമുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ വില 46 രൂപ വർദ്ധിപ്പിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ 1433 രൂപയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സവുമാണ് വില കൂടാനുള്ള പ്രധാന കാരണം.
വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചത് ഹോട്ടലുകളടക്കമുള്ള വ്യവസായങ്ങളെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ എന്നിവയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ചെലവ് കൂടുമെന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാനും ഹോട്ടലുകൾ നിർബന്ധിതരായേക്കും. മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ വന്നു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3 രൂപ 35 പൈസ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. ഉൽപ്പാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ക്ഷീര കർഷകരെ ഈ മേഖലയിൽ നിലനിർത്തുന്നതിന് വില വർധനവ് അനിവാര്യമാണെന്ന് മിൽമ ചെയർമാൻ പറഞ്ഞു. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പഴയ വില അതിലച്ചടിക്കും. കുന്നംകുളം അഞ്ഞൂർ റോഡിലെ ചിറ്റഞ്ഞൂർ മേഖലയിൽ CCTV ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യവിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചു. ഫൈബർ കേബിളുകൾ നശിപ്പിച്ച സാമൂഹ്യവിരുദ്ധർക്കെതിരെ പോലീസ് ശക്തമായ നടപടിയെടുക്കണമെന്ന് COA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് ആവശ്യപ്പെട്ടു. കേബിളുകൾ തകർത്തതോടെ ചിറ്റഞ്ഞൂർ മേഖലയിലാകെ കേബിൾ സംവിധാനം പൂർണ്ണമായും നിശ്ചലമായി. അഞ്ഞൂർ റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായി 3 ഇടങ്ങളിലാണ് കേബിളുകൾ മുറിച്ചുമാറ്റിയ നിലയിൽ കണ്ടെത്തിയത്. റോഡരികിലൂടെ കേബിൾ ലൈനുകൾ കടന്നുപോകുന്ന വലിയ മരങ്ങൾക്ക് മുകളിൽ കയറിയാണ് സാമൂഹിക വിരുദ്ധർ ഈ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം ആസൂത്രിതമാണെന്ന് കേബിൾ TV അധികൃതർ സംശയിക്കുന്നു. കേബിൾ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. നിലവിൽ മേഖലയിൽ കേബിൾ ലൈനുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേബിൾ TV അധികൃതർ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. TCV കുന്നംകുളം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് പാമ്പുകടിയേറ്റു. പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ ശ്രേയയ്ക്കാണ് കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് പാമ്പുകടിയേറ്റത്. കാർ പാർക്ക് ചെയ്ത് ഇറങ്ങുന്നതിനിടെ കാലിന്റെ പുറകുഭാഗത്താണ് കടിയേറ്റത്. മെഡിക്കൽ കോളേജിലെ ഒബ്സർവേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച ഡോക്ടറുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കേച്ചേരി അക്കിക്കാവ് കുമ്പുഴ പാലത്തിന് സമീപം ജീപ്പും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഹൈമിനാണ് മരിച്ചത്. അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. ജീപ്പിലുണ്ടായിരുന്ന കാലടി പ്രേക്ഷിതാരം കോൺവെന്റിലെ കന്യാസ്ത്രീകളും ഡ്രൈവറും ഉൾപ്പെടെ 5 പേർക്കും കാറിലുണ്ടായിരുന്ന 3 പേർക്കുമാണ് പരിക്കേറ്റത്. സിസ്റ്റർ സാലസ്, സിസ്റ്റർ ജെയിൻ ട്രീസ, സിസ്റ്റർ ജോസിറ്റ, സിസ്റ്റർ ടെസ്നി എന്നിവർക്കും ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായ കാലടി ചെങ്ങൽ സ്വദേശി അപ്പേരിയിൽ വീട്ടിൽ അബ്ദുള്ളയുടെ മകൻ സക്കീറിനുമാണ് പരിക്കേറ്റത്. ഇവർക്ക് പുറമെ കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഫള്ളിൽ, ബാസിദ്, മാജിദ് എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അളഗപ്പ നഗറിൽ സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. വേലൂപ്പാടം കിണർ സ്വദേശി കരിയത്താൻ വീട്ടിൽ വേലായുധന്റെ മകൻ അഭിജിത്തിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിജിത്തിനെ മുളങ്ങുന്നതാവ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലൂർ പാടം വഴിയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. പോസ്റ്റിലിടിച്ച സ്കൂട്ടർ അളഗപ്പ പാർക്കിന്റെ കമ്പിവേലിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. പുത്തൂർ വെട്ടുകാട് കാരുകുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചന്ദനക്കുന്ന് സ്വദേശി തിരുവിട്ടുവള വെട്ടിൽ ദിലീപിന്റെ മകൻ 14 വയസ്സുള്ള ശിവാനന്ദനാണ് മരിച്ചത്. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപകടത്തിൽപ്പെട്ട ഉടൻ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരള തമിഴ്നാട് അതിർത്തിയിൽ അമ്പലപ്പാറ പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് നീലഗിരി സ്വദേശി 21 വയസ്സുള്ള ധനുഷ് ശിവരാജാണ് മരിച്ചത്. തമിഴ്നാട് ഷോളയാറിന് താഴെ അമ്പലപ്പാറ പുഴയിൽ ഞായറാഴ്ചയാണ് വിവാഹ ചടങ്ങിനെത്തിയ സംഘം കുളിക്കാനിറങ്ങിയത്.
ചാലക്കുടി അഗ്നിശമന നിലയത്തിലെ സ്കൂബ സംഘം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. AITUC ദേശീയ ജനറൽ കൗൺസിൽ തൃശൂരിൽ തുടരുന്നു. സാമ്രാജ്യത്വ ശക്തികളുമായി ഡീലും കോംപ്രമൈസും ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് അപമാനവും ആപത്തുമാണെന്ന് AITUC ജനറൽ സെക്രട്ടറി അമർജിത് കൗർ പറഞ്ഞു. AITUC ദേശീയ ജനറൽ കൗൺസിൽ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അമർജിത് കൗർ. ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും സാമ്രാജ്യത്വ ശക്തികളുമായി കൂട്ടുകൂടിയാണ് മോഡി അമേരിക്കയിലെ ട്രംപിന് സമാനമായി ഭരണം പിടിക്കുന്നത്. A defeated Bharatiya Janata Party, a defeated Prime Minister could make the government once again as NDA government. So that dependent government sitting on our head and Trump sitting on the head of leader of imperialist powers. And Trump and Modi being great friends among themselves. കോർപ്പറേറ്റുകളായ അദാനി അംബാനിമാരാണ് മോദിയുടെ സാമ്പത്തിക സ്രോതസ്. അവർ പണം നൽകുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം മോഡി ഭരണത്തിലൂടെ തിരികെ നൽകുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡീൽ ഭരണമാണ് മോഡി നടത്തുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ആപത്താണ്. ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്നതുപോലും തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. സാമ്രാജ്യത്വത്തോട് സന്ധി ചെയ്യുന്ന മോദി സർക്കാർ രാജ്യത്തിന് അപമാനമാണെന്നും അമർജിത് കൗർ പറഞ്ഞു. Without controlling those countries with your own government, but your friendly government sitting over there and you use them. And unfriendly government, no problem. We enter, we go to our private businesses, we make the deals with them and we loot you. This is what they have been doing. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഇന്ധനവില വരും ദിവസങ്ങളിൽ ജനജീവിതം അത്യന്തം ദുഷ്കരമാക്കുമെന്നും അമർജിത് കൗർ കൂട്ടിച്ചേർത്തു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, സംസ്ഥാന കൗൺസിൽ പ്രസിഡന്റ് TJ ആഞ്ചലോസ്, സ്വാഗത സംഘം ചെയർമാൻ KG ശിവാനന്ദൻ, ജനറൽ കൺവീനർ TK സുധീഷ് എന്നിവർ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് AITUCയുടെ ദേശീയ ജനറൽ കൗൺസിലിന് തൃശൂർ ആതിഥേയത്വം വഹിക്കുന്നത്. തൃശൂർ ടൗൺ ഹാളിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ജനറൽ കൗൺസിലിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 250 പ്രതിനിധികളും ദേശീയ സംസ്ഥാന നേതാക്കളുമാണ് പങ്കെടുക്കുന്നത്. കൗൺസിൽ ബുധനാഴ്ച സമാപിക്കും. TCV തൃശൂർ. സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും താളം തെറ്റിയതിനെ തുടർന്ന് 2 മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ ഒന്നിച്ചു നൽകാനുള്ള പദ്ധതി ഭക്ഷ്യവകുപ്പ് ഉപേക്ഷിച്ചു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒന്നിച്ചു വിതരണം ചെയ്യാൻ ആദ്യം ഏപ്രിലിൽ സൗകര്യമൊരുക്കുകയും പിന്നീട് മെയ് മാസത്തേക്ക് നീട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ സപ്ലൈകോ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് കൃത്യസമയത്ത് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നതിനുണ്ടായ ഗുരുതരമായ വീഴ്ചയെ തുടർന്നാണ് പദ്ധതി സർക്കാർ പിൻവലിച്ചത്. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക KP ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ധന്യ, VHSS പ്രിൻസിപ്പൽ അനിത തുടങ്ങിയവർ സംസാരിച്ചു. അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ സ്വാഗതം ആശംസിച്ച ഏറ്റവും പ്രിയങ്കരിയായ സ്കൂൾ ബാഗ് കൂടെ ടിഫിൻ ബോക്സ് വിതരണ കൗൺസിലർ ശ്രീമതി പൂർണിമ സുരേഷ് ഇന്ന് ഈ സ്കൂളിന്റെ പ്രവേശനോത്സവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കാരണം തൃശൂർ കോർപ്പറേഷൻ മേയറായതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കോർപ്പറേഷൻ കൗൺസിലർ ജോയ് ബാസ്റ്റിൻ ചാക്കോള ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ സിസ്റ്റർ റോഷ്നി അധ്യക്ഷത വഹിച്ചു. സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായി. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആഗ്നസ്, PTA പ്രസിഡന്റ് ഷാജു ജോസഫ്, PTA പ്രതിനിധികളായ ജോമോൻ പല്ലൻ, ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രസിൻ ബാനർജി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സുനിത വിനോദ്, പ്രിൻസിപ്പൽ K ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ചാരിറ്റി സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ അയ്യന്തോൾ ഗവൺമെന്റ് സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 100 വിദ്യാർത്ഥികൾക്ക് കുടയും ബാഗും നൽകി. രാജൻ ജെ പല്ലൻ MLA, മേയർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് CEO രാജേഷ് പറശ്ശേരി, ഡയറക്ടർമാരായ സജിമോൾ, ചിന്നമ്മ വിൻസെന്റ്, കവിത, സ്റ്റേറ്റ് ഹെഡ് സനീഷ്, IT ഹെഡ് അജയ് പ്രദീപ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് മുന്നേറുകയാണെന്ന് ഗ്രൂപ്പ് സാരഥികൾ പറഞ്ഞു.
കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഫ്യൂച്ചർ വെൽത്തിന്റെ ശാഖകൾ തുറന്നു കഴിഞ്ഞു. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ ശാഖകൾ തുടങ്ങുക എന്നതാണ് പുതിയ പദ്ധതി. സ്വകാര്യ ചിട്ടി വ്യവസായം സുഗമമായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ സർക്കാർ മാറ്റുമെന്ന് രാജൻ പല്ലൻ എം.എൽ.എ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ചിട്ടി മേഖലയിലെ ജനപ്രതിനിധികളെ അനുമോദിക്കാൻ ഓൾ കേരള ചിട്ടി ഫോർമൻസ് അസോസിയേഷൻ നടത്തിയ അനുമോദന സായാഹ്നം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.എൽ.എ. അസോസിയേഷൻ ചെയർമാൻ ഡേവിസ് കണ്ണനായ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വി.ടി. ജോർജ്, കൺവീനർ തോമസ് പല്ലൻ, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ. പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശയുടെ അവലോകന യോഗം തൃശൂർ കളക്ടറേറ്റിൽ നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കളക്ടർ ശിഖാ സുരേന്ദ്രൻ, അസിസ്റ്റന്റ് കളക്ടർ എ.സി. പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അവലോകനത്തിനായി ചേർന്ന ദിശ യോഗത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പങ്കെടുത്തു. തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറലിൽ ലഹരിവേട്ട ശക്തം. ഒറ്റ ദിവസം 15 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 7 പ്രതികൾ റിമാൻഡിലായി. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് വ്യാപകമായ റെയ്ഡുകൾ നടത്തിയത്. തൃശൂർ സഹകരണ വകുപ്പിലെ സ്ഥലംമാറ്റ ഉത്തരവുകളിൽ 6 പേരുടെ സ്ഥലംമാറ്റ നടപടികൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കോടതി സ്റ്റേ ചെയ്തു. സഹകരണ വകുപ്പിൽ തൃശൂർ ജില്ലയിൽ ജീവനക്കാരെ സ്ഥലമാറ്റിയിറക്കിയ ഉത്തരവുകളിൽ കോടതിയെ സമീപിച്ച 6 പേരുടെ സ്ഥലമാറ്റ ഉത്തരവുകളാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തത്. വനിതാ ജീവനക്കാരുൾപ്പെടെ 200ഓളം ജീവനക്കാരെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവുകൾ ഇറക്കിയതിനെതിരെ കേരള NGO യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. 11-ാം തീയതി വരെയാണ് സ്റ്റേ. തൃശൂർ ചെമ്പൂക്കാവ് മൃഗശാലയിൽ പാർപ്പിച്ചിരുന്ന 15 വയസ്സ് പ്രായമുള്ള ആകാശ് എന്ന സിംഹം ചത്തു. പ്രായാധിക്യം മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സിംഹം 2 ആഴ്ചയായി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചികിത്സയിലായിരുന്നു. വിമർശനത്തിൽ സത്യമുണ്ടാകണമെന്നും അതില്ലാത്തത് തരംതാണ രാഷ്ട്രീയമാകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ കാലത്ത് തന്റെ ഓഫീസ് വഴി അംഗീകാരം കൊടുത്ത 8 കോടിയോളം രൂപയുടെ പദ്ധതികൾ തടസ്സപ്പെട്ടുവെന്നും എന്നാൽ പുതിയ സർക്കാരിൽ പ്രതീക്ഷ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിക പഞ്ചായത്ത് 2-ാം വാർഡിലേക്ക് MP-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കൾച്ചറൽ സെന്ററിന്റെ ശിലാസ്ഥാപനം നടത്തുകയായിരുന്നു സുരേഷ് ഗോപി. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, K.A. ഷൗക്കത്ത് അലി, ഷോല മഹേഷ്, സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി J. ഹേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ട റോഡിൽ വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഷീറ്റിൽ തട്ടി KSRTC ബസിന്റെ ചില്ല് തകർന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും ആലുവയിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടയിൽ റോഡരികിലെ കച്ചവട സ്ഥാപനത്തിന്റെ ഇരുമ്പ് കൊണ്ടുള്ള സൺഷെയ്ഡ് ഷീറ്റിൽ തട്ടിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി മേഖലയിലെ കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യം ഉടൻ ആരംഭിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടാന ആക്രമണം പരിശോധിക്കാനെത്തിയ മന്ത്രിയുടെ വാഹന വ്യൂഹം കാട്ടാനകൾ തടഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച യോഗം തൃശൂരിൽ നടന്നു. പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി OJ ജനീഷ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തെ മാലിന്യ കൂമ്പാരം മൂലം വ്യാപാരികളും ജീവനക്കാരും അനുഭവിച്ചിരുന്ന കടുത്ത പാമ്പ് ഭീതിക്ക് അടിയന്തര പരിഹാരം. മാലിന്യങ്ങൾ 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും നീക്കുമെന്ന് കളക്ടർ. നടപടി TCV വാർത്തയെ തുടർന്നു.
മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവം ആവേശമായി. ജില്ലാതല പ്രവേശനോത്സവം മാളയിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. സ്വിച്ച് ബോർഡിൽ നിന്നാണ് തീ പടർന്നത്. കനത്ത പുക ഉയർന്നതിനെ തുടർന്ന് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ സുരക്ഷിതമായി മാറ്റി. ഇടുത്തിയായി വീണ്ടും പാചകവാതക വില വർധന. വാണിജ്യ സിലിണ്ടറുകളുടെ വില 46 രൂപ വർദ്ധിപ്പിച്ചു. മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. കുന്നംകുളം ചിറ്റന്നൂരിൽ CCTVയുടെ ഫൈബർ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചു. കേബിളുകൾ മുറിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന് COA കുന്നംകുളം മേഖലാ കമ്മിറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.